ജഡായു പാറ എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്ന സ്ഥലത്തേക്കുള്ള യാത്രയാണ് ഈ വീഡിയോ. ആദ്യമായി കേബിൾ കാറിൽ കയറിയതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് ഈ കാണുന്നത്. ജഡായു പരിസ്ഥിതി ഉദ്യാനം. ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവി നിരീക്ഷില്ല. ഉച്ച സമയത്ത് വരരുതെന്ന് പറഞ്ഞാൽ ആ സമയത്തെ ഓപ്പൺ ആണ്. 10 മണി കഴിഞ്ഞാൽ ഓപ്പൺ ആകത്തുള്ളൂ. ഇവര് കാരണം 1 മണിക്കൂർ താമസിച്ചു സുഹൃത്തുക്കളെ. കണ്ടോ, ഞങ്ങളെ കൊണ്ട് അങ്ങനെയെങ്കിലും ഉപകാരം ഉണ്ടല്ലോ. എന്നിട്ട് പറയാം ഉച്ച സമയത്ത് വരരുത്. എന്താ പറയുക, 1 മണിക്കൂർ ലേറ്റ് ആകാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു. അതെ, അത്രയൊക്കെ അവരെ കൊണ്ട് സാധിച്ചു. പറ്റിയുള്ളൂ ഞങ്ങളെ കൊണ്ട്. എന്ത് തോന്നുന്നു? പൊളിയാണ് വന്ന എക്സ്പീരിയൻസ്. ജഡായുപ്പാറെ കുറിച്ച് അറിയത്തില്ല. ജഡായു രാവണ യുദ്ധം ജഡായുപ്പാറയിൽ വെച്ച് നടന്നുവെന്നും സീതയെ അപഹരിച്ചു കൊണ്ടുപോകവേ തടയാൻ ശ്രമിച്ച ജഡായുവിന്റെ ചിറക് രാവണൻ അരിഞ്ഞു വീഴ്ത്തിയെന്നും ചിറകറ്റ ജഡായു ചടയമംഗലത്തെ ഈ കുന്നിന്റെ മുകളിലാണ് വീണതെന്നുമാണ് ഐതിഹ്യം. എന്തിനു പറയുന്നു, ചടയമംഗലം എന്ന ഈ സ്ഥലപ്പേര് പോലും ജഡായുമംഗലം എന്ന പേരിൽ നിന്നാണ് വന്നതെന്ന് ഒരു ഐതിഹ്യമുണ്ട്. എന്താ ഇതൊക്കെ അറിയാത്തത്? ഇതൊക്കെ അറിയാത്തതെന്ന് വെച്ചാൽ ഞങ്ങള് കൊറോണയിലുണ്ടായ കുട്ടികളാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. ബിക്കോസ് എന്നാ ഞാൻ തെളിച്ചു പറയാം. 7ാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വെള്ളപ്പൊക്കം വന്നത്. വെള്ളപ്പൊക്കം വന്ന് റിസൾട്ട് പോലും പബ്ലിഷ് ചെയ്യാതെ ജയിപ്പിച്ചു. വെള്ളപ്പൊക്കം വന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്യാതെ ഞങ്ങൾ 8ിലോട്ട് കയറ്റി വിട്ട്. 8 കയറിയപ്പോ ദേ കിടക്കുന്ന കൊറോണ. 8, 9 കൊറോണ കൊണ്ടുപോയി. അതെ അതെ, ഞങ്ങൾ പുസ്തകം തുറന്നിട്ടേ ഇല്ല. പിന്നെ 6ാം ക്ലാസ്സിൽ എനിക്ക് വയ്യായിരുന്നു, അറിയത്തില്ല, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. നിങ്ങളൊക്കെ വന്നിട്ടില്ലേ? മൊത്തം എല്ലാം എനിക്ക് കണക്കാ. നമുക്ക് ഇപ്പോഴും കാണുമ്പോ തോന്നത്തില്ല വയ്യാന്ന്. പറഞ്ഞേലി എനിക്ക് പശ്ചാത്താപം ഉണ്ടെന്ന് അവരോട് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരാം. എന്റെ ലൈഫ് മൊത്തം ഇങ്ങനെ കിടക്കുവാണ്. എല്ലാരും എന്നെ തട്ടി മേപ്പോട്ട് കയറ്റി വിടുവാണ്. ഇനി എന്താ കുട്ടി പറഞ്ഞേ? ഇതൊക്കെ സീരിയസ് ആയിട്ടാ? ഹേയ് ചുമ്മാ. സമുദ്രനിരപ്പിൽ നിന്ന് 850 അടി ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജഡായു പാറ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സഞ്ചാര കേന്ദ്രമാണെന്ന് നിസ്സംശയം പറയാം.